അർജുൻ ആയങ്കി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തൊരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആകാശ് തില്ലങ്കേരിയുടെ ഒരു അനുയായിയായിട്ട് വരുന്നു. പിന്നെ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന കേരളത്തിലെ അത്യപൂർവ രീതി നമ്മൾ തിരിച്ചറിയുന്ന അർജുൻ ആയങ്കിയിലൂടെയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരെ വളരെ സജീവമാണ്. സൈബർ സഹാക്കളുടെ ഹീറോയാണ്. ഒരു ഘട്ടത്തിൽ PJ ആർമിയുടെ പിന്നണിയിൽ നിന്ന വ്യക്തി എന്ന് പോലും പറഞ്ഞു. പക്ഷേ പിന്നീട് CPM കൈവിട്ടു. CPM കൈവിട്ടപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് നിരന്തര കേസുകളുണ്ടായി. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പം അർജുൻ ആയങ്കിയുടെ പുതിയ വിവാദം. അർജുൻ ആയങ്കി ഒരു കല്യാണത്തിന് പോകുന്നു. അവിടെ റിസോർട്ടിൽ താമസിക്കുന്നു. പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസ് പുള്ളിയെ ദിവസങ്ങളോളം ജയിലിലടയ്ക്കുന്നു. റിമാൻഡ് ചെയ്തു ജയിലിലാക്കുന്നു. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് കേസുകളുണ്ടാകും. കേസുകളെല്ലാം ജാമ്യം എടുത്ത് പുറത്തേക്കുന്ന ഒരാൾക്ക് ഒരു കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള അവകാശമില്ലേ എന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഈ ചോദ്യം, അങ്ങനെ ഒരു കല്യാണ പാർട്ടിക്ക് പോയ അദ്ദേഹത്തിനെയും സംഘത്തെ 5 പേരെ എന്തിനാണ് ജയിലിലടച്ചത്? കോതമംഗലത്തിലെ ഒരു റിസോർട്ട്, അവിടുത്തെ SHO ആയിട്ടുള്ള പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളാണ് ചെയ്യുന്നത്. ആര് പറഞ്ഞിട്ടാണെന്നും ഒക്കെ പുള്ളി ഇതിനകത്ത് ലക്ഷ്യമിടുന്നുണ്ട്. എന്താണെങ്കിലും ഈ പ്രശാന്തനെതിരെ ഒരു തുറന്ന കത്ത് അർജുൻ ആയങ്കി ഫേസ്ബുക്ക് എഴുതിയിട്ടുണ്ട്. കേരളം തന്നെ നടുങ്ങുന്ന തരത്തിലുള്ള ഒരു കത്താണ്. അതായത് ഒരു ഗുണ്ടാ നേതാവ് വന്ന് നിന്നിട്ട് ഒരു SHOയെ വെല്ലുവിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ ഭീഷണിയിൽ തന്നെ മിക്കവാറും ഇയാൾ ജോലി ഇതിന്റെ വേറൊരു സാധനം വെറും ഒരു ഗുണ്ടാ നേതാവല്ല. TP ചന്ദ്രശേഖരന്റെ 51 വെട്ട് കൊലപാതകവുമായി പോലും ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി അടുപ്പമുള്ള കേരളത്തിലെ കണ്ണൂർ പോലീസിന്റെ ഒരു സ്ക്വാഡുണ്ട്. അതേപോലെ തന്നെ ക്രിമിനലുകളുടെ കണ്ണൂർ ഗുണ്ടാ സ്ക്വാഡിലെ പ്രധാനപ്പെട്ട വ്യക്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിയുടെ അടുത്ത ശിഷ്യനാണ് ആയങ്കി. പിന്നീട് ഒരു ഘട്ടത്തിൽ CPMന്റെ സ്വന്തം ആളായിരുന്നു ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയും. പിന്നെ ഇവര് തന്നെ സമാന്തര സംവിധാനങ്ങൾ പാർട്ടിക്ക് മുകളിൽ കെട്ടിപ്പടുത്തപ്പോൾ ഇവര് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി. അതുകൊണ്ടാണ് അവർ തള്ളിപ്പറഞ്ഞതിനും പിന്നിലൊരു വേറൊരു രാഷ്ട്രീയം കൂടെ ഉണ്ട്. ഇവര് P ജയരാജനെ അനുകൂലിക്കുന്നവരാണ് എന്ന്, PJ ആർമി എന്നറിയപ്പെടുന്ന P ജയരാജനെ അനുകൂലിക്കുന്നവരാണ് എന്ന തരത്തിൽ CPMലെ ഔദ്യോഗിക വിഭാഗത്തിനൊരു നിരീക്ഷണം ആകാശും രണ്ടുപേരും. അതുകൊണ്ട് മാത്രമാണ് അവരെ തള്ളിപ്പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ PJ അനുകൂലത ഇവരുടെ പോസ്റ്റുകളോ ഇവരുടെ പ്രവൃത്തികളോ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവർ CPMമാരായിട്ട് തുടരുകയായിരുന്നു. അങ്ങനെ PJയുടെ കൂടെ വന്ന് PJ അങ്ങ് പരസ്യമായിട്ട് പറഞ്ഞു എനിക്ക് ഇതിലൊന്നും ബന്ധമില്ലാന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് ചെന്താരകം അങ്ങ് പോയപ്പോൾ പിന്നെ വേട്ടയാടൽ തുടങ്ങി. അതായത് PJക്ക് വേണ്ടി ഇവര് ലക്ഷ്യമിട്ടത് CPMന്റെ ഔദ്യോഗിക വിഭാഗത്തെ ആയിരുന്നു, അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ അവര് ഇവരെ വിടാതെ പിന്തുടരുകയും ഇവൻ പുറത്തു നിൽക്കുന്നത് പാർട്ടിക്ക് ശല്യമാണ്. ഒരു അവിടുത്തെ DYFIയുടെ പല സമരങ്ങളെ പോലെ ഇവരെ അട്ടിമറിക്കുകയും ഇവരെ അണികളെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളെ ഭരിച്ചിരുന്ന ഈ ഗുണ്ടകൾ തെറ്റിയതിൻ്റെ ഫലമായി CPM തന്നെ ഈ വേട്ടകൾ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ വേട്ടയുടെ ഭാഗമായിട്ട് കൂടിയാണ് കോതമംഗലത്ത് വന്ന ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇത് മാത്രമല്ല, കഴക്കൂട്ടത്തൊരു വീട്ടിലെ ഒരു ഉത്സവത്തിന് കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇതേപോലെ അർജുൻ ആയങ്കിയെ പോലീസ് പിടിച്ചു. ഇയാൾ എങ്ങോട്ട് പോകുന്നു ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് പോലീസ്. അതേപോലെ തന്നെ നമ്മളെ തിരുവനന്തപുരത്ത് തൈക്കാട് ആ ഭാഗത്ത് വളരെ നമുക്കെല്ലാം CPMന്റെ പഴയൊരു അനുഭാവി. അദ്ദേഹത്തിന് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചർച്ച ചെയ്താണ്, ഞാൻ പേര് പറയുന്നില്ല. വളരെ CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഒരു കാലത്ത് SFIയുടെ. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ താമസിച്ചായിരുന്നു ഈ കുറച്ച് ദിവസം. അപ്പോൾ പോലും പോലീസ് നിരന്തരം അത് കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും പറഞ്ഞു വിടുകയും ചെയ്തു അവിടുന്ന്. അപ്പം ഞാൻ പറയുന്നത് ജാമ്യത്തിനുള്ളൊരു പ്രതിയെ ഇവര് നിരന്തരം നിരീക്ഷിക്കുകയാണ്. നിരന്തരം നിരീക്ഷിക്കുന്ന ഇങ്ങനെ മാത്രമാണ് ഇവരുടെ കുറ്റകൃത്യങ്ങൾ ഇവർക്ക് നിരീക്ഷിക്കുക. റിസോർട്ടില് ഡാൻസ് കളിച്ചു എന്നും പറഞ്ഞാണ്, റീൽസ് ഇട്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിനകത്ത് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അർജുൻ ആയങ്കിക്ക് അതൊരു വിഷയമല്ല. പക്ഷേ ഇവന്റെ കൂടെ വന്ന ആൾക്കാരെ എല്ലാം അവരുടെ എല്ലാം ഭാവി തകർത്തു എന്നാണ് പറയുന്നത്. ഇത് കല്യാണ ചെറുക്കൻ, അവന്റെ കല്യാണ ചെറുക്കനല്ല, ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണമാണ് മുടങ്ങിയത്. ഇവനെയും ജയിലിൽ പിടിച്ച് റിമാൻഡ് ചെയ്തു. അതേപോലെ തന്നെ അവന് PSC പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന പയ്യനെന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. അവനെയും പിടിച്ചിട്ടതുകൊണ്ട് അവനിനി ജോലിയും കിട്ടത്തില്ല. കാര്യം PSC പരീക്ഷ കിട്ടിയ ഈ കേസിന്റെ ക്ലിയറൻസ് കിട്ടിയാലേ അവന് ജോലി കിട്ടും. അതുപോലെ ഒരു പയ്യൻ പൊട്ടി അടിച്ചു കയറി തലയ്ക്ക് എന്തോ ശസ്ത്രക്രിയ ആയിട്ടിരിക്കുന്ന ഒരു പയ്യനുണ്ട്, അവനെ ഉണ്ട്. പിന്നെ
ഇവർക്ക് ആർക്കും അറിയാത്ത രണ്ടുപേര്, അതായത് ഈ റിസോർട്ടിൽ ഇവർ കൂടുമ്പോൾ ഇവർക്ക് സഹായത്തിന് എങ്ങാണ്ട് വന്ന രണ്ട് പിള്ളേരാ. അത് ഇവര് പറയുന്നതാണ്. നമുക്കത് എന്തായാലും ഒരു റിസോർട്ടിൽ പോയിട്ട് വെള്ളം അടിച്ച് അല്ലെങ്കിൽ ഡാൻസ് കളിച്ചാൽ ഇത്രയും ദിവസം റിമാൻഡ് ചെയ്യേണ്ടതുണ്ടോ? എന്ത് കൂടാലോചനയാണ് ഇവരെന്താണ് ഇത് ചുമത്തിയതെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആളിനെ ഒരു ഗുണ്ടാ നേതാവായിട്ട് കാണപ്പെടുന്നു. അപ്പൊ നമ്മളിവിടെ ഇരുന്ന ഒരു ഗുണ്ടയെ ന്യായീകരിക്കുകയല്ല, അല്ല, സത്യത്തിൽ അയാളുടെ പോസ്റ്റാണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച. അയാൾ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിന്റെ ഒരു കാഠിന്യവും അതിന്റെ ഒരു വെല്ലുവിളിയും, കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം, ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട അർജുനായെങ്കിൽ ഇനി പുറത്തിറങ്ങാത്ത വണ്ണം ജയിലിൽ ഇടണം എന്നുള്ളതാണ്. അതെ, കാര്യം ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവനെയാണ് വെല്ലുവിളിക്കുന്നത്. എന്ത് കാര്യം കൊണ്ടാണെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് അയാളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ നേരത്തെ MR അജിത് കുമാറിനൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അയാളോട് ഇവര് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതിഭീകരമാണ്. എന്ത് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് കേട്ടോ, അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് എന്ന പോലെ ഇപ്പോഴും ഒരു മനസാക്ഷി കുറ്റബോധമോ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലുള്ള ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ ഞങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ഈ കേസും വാങ്ങി നീ ചെയ്ത ഉപകാരങ്ങളെല്ലാം മനസ്സാ വരിച്ച് ക്ഷമിച്ച് ഞങ്ങളാരും വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇത്ര പേരുടെ ജീവിതം ഒരൊറ്റ രാത്രി പുലരുമ്പോഴേക്ക് കീഴ്മേൽ മറിച്ച നിന്നെ ഞങ്ങൾ ഒരു കാലത്തും വെറുതെ വിടുകയുമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും അവസാനം വന്ന് ഈ പറയുന്നത് എന്താണ്, കള്ളക്കേസിൻ്റെ പേമാരി പെയ്താലും ജയിലിൽ കയറി ഇറങ്ങി തൂക്കം കുറഞ്ഞാലും എൻ്റെയും സഹോദരങ്ങളുടെയും ജീവിതം താറുമാറാക്കിയ നിന്നോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ശിഷ്ട ജീവിതം നയിക്കില്ല. ഞാൻ ചത്താലും നിന്നെ അതിന് അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഭീഷണി തന്നെയാണ്. അല്ല, അതില് നീ സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ശിഷ്ട ജീവിതം നയിക്കില്ല എന്ന് പറയുമ്പോൾ കാച്ചിക്കളയോന്ന് ഇപ്പൊ തന്നെ കൊന്നുകളയോന്നാണ്. പെൻഷൻ കിട്ടിയതല്ല, പെൻഷൻ വാങ്ങി അനുവദിക്കില്ല എന്നുള്ളതെന്ന് പറഞ്ഞാൽ സർവീസിലുള്ളപ്പോൾ തന്നെ പുള്ളിയെ തീർക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, ഒരു പോലീസ് ഉദ്യോഗം, അത് ഒരു SHOയ്ക്കെതിരെയാണ്, ഒരു സാധാ പോലീസുകാരനെതിരെ അല്ല, ഒരു ഞാൻ ചത്താലും നിന്നെ അതിന് അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവനെ ഇനി തൂക്കിക്കൊല്ലാൻ ശിക്ഷിച്ചാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ കാച്ചിയിരിക്കും എന്നാണ് പറയുന്നത്. അത്ര മാരകമായിട്ട് ഞങ്ങളെ നീ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചോണം, LDF സർക്കാരിന്റെ കാലത്താണെങ്കിൽ നമുക്ക് പറയാം ക്രമസമാധാനം തകർന്നു അല്ലേ, കുഴപ്പമായി, ഇവൻ പാർട്ടിക്കാരനായതുകൊണ്ട് ഇവനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ UDFൽ ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല അധികാരമല്ല. ഇതിന് വേറൊരു വശമുണ്ട്, ഇവരുടെ പ്രവൃത്തികളാണ് എത്ര കുടുംബങ്ങൾ വേദനിക്കുന്നുണ്ട്. ഉണ്ട്, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവരാരും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നില്ല. ഇട്ടാ ഇവര് വെറുതെ ചെയ്യോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. എന്താണെങ്കിലും ശരി, അർജുനായങ്കിയുടെ ഭാര്യ ഇപ്പം ഇതിന്റെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ മകന് വേണ്ടി നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് എന്നെ കുടിക്കിയതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ അർജുനായങ്കിക്കെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്ന് വരികയും അവർ പൊട്ടിക്കരയുകയും ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ്. ചിലപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടേക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ക്രൂരമായ പലതുകൊണ്ട്. ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നു. അദ്ദേഹം ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്നിട്ട് കുറെ ചെറുകിട കഞ്ചാവ് അത് കേരളത്തിൽ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ, തമിഴ്നാട്ടിൽ നിരോധിച്ചിട്ടില്ല. അതെ, അത്തരം സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം വലിയ ഗുണ്ടകളെ അമർച്ച ചെയ്യുക. അദ്ദേഹം ഒരു നല്ല തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാൽ ജയിലിലെ പരോള് കൊടുക്കുന്നത് വളരെ കർശനമാക്കി. പക്ഷെ പുറത്തുള്ള ഗുണ്ടകൾ ആദ്യം ഈ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്താൽ ഇവിടുത്തെ തൂഫാന്റെ പകുതി പരിപാടി കഴിഞ്ഞു. യുവമാരാണ് ഈ കടത്ത് നടത്തുന്നത്. അതെ, അങ്ങനെ ഇവരെ സ്ഥിരമായിട്ട് അകത്ത് കിടത്തിയാൽ, കൃത്യമായ വകുപ്പുകൾ പ്രകാരം അകത്ത് കിടത്തുകയും ഇവർക്ക് വിചാരണ സമയത്ത് ജാമ്യം കിട്ടാതിരിക്കാനൊക്കെ പ്രോസിക്യൂഷൻ ഇടപെടലുകൾ നടത്തിയാൽ സത്യമായി ഇത്തരം SIമാർക്കോ SHOമാർക്കോ ഒന്നും ഇവരെ കല്യാണ പാർട്ടിയിൽ നിന്ന് പിടിക്കേണ്ട അവസ്ഥയും വരില്ല. അതില്ല, ഇതിപ്പോ എന്തിനാണ് പിടിച്ചതെന്ന് നമുക്ക് ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമല്ല. പറഞ്ഞ റീൽസ് ഇട്ടൊന്നുമല്ല, തക്കതായ കാരണം ഉണ്ടാവും. എന്തുകൊണ്ടാണെങ്കിലും ശരി, തക്കതായ കാരണമല്ല. ഇദ്ദേഹം എവിടെ പോയി പ്രവർത്തിച്ചാലും എവിടെ കൂട്ടുകൂടിയാലും പുള്ളിയെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ P ജയരാജനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ടും അങ്ങനെയാണ്. കാര്യം കേരളത്തിൽ എത്ര ഗുണ്ടകളുണ്ട്, ഇവരെ എല്ലാം പിടിച്ചിടുന്നുണ്ടോ? അവരെല്ലാം എവിടെ പോകുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ കണ്ണൂരിൽ CPMന് ഭീഷണി ആയി മാറിയ, ഒരുപക്ഷെ ഞാൻ കാണുന്നത് കണ്ണൂരിൽ ഇപ്പൊ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ CPM തോക്കാൻ കാരണം ഇവരുടെയും കൂടെ ഇടപെടലുകളായിരിക്കാം. ഇവർക്ക് പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്, അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഇവരെ ദ്രോഹിക്കാൻ ആ ഒരു പാർട്ടിയെ പറ്റി പറയുന്നത്, ഭരണപക്ഷ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ അറസ്റ്റൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവരെ അങ്ങനെ അല്ല, ഇവരെ യഥാർത്ഥ കുറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് തന്നെ ഇവരെ കൃത്യമായി പൂട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ ഇതിനെല്ലാം
ഒരു അറുതി ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. പക്ഷേ ഇത് നമ്മൾ ഇതിനകത്ത് നമ്മളെ അതിലും ഭയപ്പെടുത്തുന്നത് ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ആണ്. ഇയാൾക്കൊക്കെ ആ പിന്തുണ നൽകി ഇവരെല്ലാം പിടിച്ചാത്തണം, ഇവരൊക്കെ എല്ലാം പിന്തുണ നൽകിക്കൊണ്ട് കമന്റ് എടുക്കുക. ഇതിനകത്ത് ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ട ആ ഡാഷ്മോന്റെ പടം ഇടാൻ എന്ന് പറഞ്ഞാൽ റെഡിയാക്കാന്നാണ്. ആ സിയുടെ പടം ഇങ്ങോട്ട് ഇടും, ഞങ്ങൾ റെഡിയാക്കാന്ന് പറഞ്ഞു. എന്താണ് ഇത്? ഇതൊരു നിയമ സംവിധാനം കേരളമാണോ എന്നുള്ള അതാണ് അവിടെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്തതിന്റെ പേര് ഇനി നിങ്ങളെ കാച്ചു എന്ന് പറഞ്ഞ പോസ്റ്റ് പോകുന്ന അറിയില്ല. എന്താണെങ്കിലും ശരി, ഇത് ഇത്തരക്കാരെയാണ് ആദ്യം അമർച്ച ചെയ്യേണ്ടത്. കേരളത്തിൽ ആദ്യം ഗുണ്ടകളെയാണ് അമർച്ച ചെയ്യേണ്ടത്. ആ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതോടെ തന്നെ ഇവിടുത്തെ തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ തൂഫാനിലെ നാർക്കോട്ടിക് ബിസിനസ് പകുതി കുറയും. പിന്നെ പകുതി കുറയ്ക്കുന്ന കാര്യം നമുക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗുണ്ടയാണ്. അതെ, കേരളത്തിലെ നാർക്കോട്ടിക് ബിസിനസിനെ ചുക്കാൻ പിടിക്കുന്നത്. തിരുവനന്തപുരത്തിനും ഞാൻ വളരെ കൃത്യമായി പറയാണ്, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് പോലീസ് മേധാവിയുടെ ഓഫീസിന്റെ തൊട്ടു മുന്നിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. അവിടെ എന്താണ് ഇത് മൊത്തം അത് പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ബസ് സ്റ്റാൻഡാണ്. അവിടെ നിരീക്ഷിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു സ്കൂളിലെ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് അവിടെ ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ വന്നാണല്ലോ, വാർത്തകളിൽ നിറഞ്ഞാണല്ലോ അവിടെ പെൺകുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വാർത്ത. അതെ അതെ അതെ. എന്താണെങ്കിലും കേരളത്തിന്റെ ക്രമസമാധാനം ഇനിയെങ്കിലും നന്നാകും എന്നാണ് ജനത്തിന്റെ പ്രതീക്ഷ. അത് ഇനി എന്തായി തീരുമെന്ന് നമുക്കറിയില്ല. രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാനൊക്കെ നല്ല തന്നെ, പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ക്രമസമാധാനത്തിൽ മേൽ കടന്നു കയറുന്ന ഇത്തരം ഗുണ്ടകളെ അമർച്ചാനുള്ള ഓപ്പറേഷൻ ആയെങ്കിൽ പേരും ഇടാം, അങ്ങനെ എന്തെങ്കിലും പേരും കൂടി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.